തുടങ്ങും എന്നുള്ളതാണ്. കേരളത്തിന്റെ ഫല സൂചനകൾ വന്നു കഴിഞ്ഞു. മഞ്ജുഷ്, കേരളത്തിന്റെ ഫല സൂചനകൾ 15 മുതൽ 18 വരെ യു ഡി എഫ് 18 സീറ്റുകൾ വരെ യു ഡി എഫിന് കിട്ടാം. കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയ യു ഡി എഫിന് ഇത്തവണ 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്ന്. എൽ ഡി എഫിനാകട്ടെ 2 മുതൽ 5 സീറ്റുകൾ വരെ എൽ ഡി എഫിന് ലഭിക്കാമെന്നുള്ളതാണ് ന്യൂസ് 18 പോൾ ഫലം പുറത്ത്. ഒരു സീറ്റ് മാത്രം കിട്ടിയ എൽ ഡി എഫിന് ഇത്തവണ 2 മുതൽ 5 വരെ, അതായത് ഏറ്റവും മോശം സാഹചര്യത്തിലും 2 സീറ്റുകൾ വരെ കിട്ടാം. പ്രകടനം മെച്ചമാണെങ്കിൽ 5 സീറ്റുകൾ വരെ എൽ ഡി എഫിന് കിട്ടാം. ബി ജെ പിക്ക് എൻ ഡി എക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് ന്യൂസ് 18 സർവേ ഫലം പ്രവചിക്കുന്നത്. 1 മുതൽ 3 സീറ്റുകൾ വരെ ഏറ്റവും മികച്ച സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ 3 സീറ്റുകളിലേക്ക് കടക്കാം എൻ ഡി എ ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സിറ്റ് പോളിൽ കേരളം ഇങ്ങനെയാണ്. യു ഡി എഫിന് 15 മുതൽ 18 സീറ്റുകൾ വരെ തിളക്കമാകുന്ന പ്രകടനം യു ഡി എഫിന് കേരളത്തിൽ ഉണ്ടാകും. ഒരു സീറ്റ് കുറവാണ് മഞ്ജുഷ, എക്സിറ്റ് പോളിൽ പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കുന്നത്. എൽ ഡി എഫ് ആകട്ടെ 2 മുതൽ 5 വരെയാണ് എൽ ഡി എഫിന്റെ ഈ സീറ്റെണ്ണം ഇത്തവണ ഈ ഫലത്തിൽ ഈ ഫല സൂചനകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. 2 മുതൽ 5 വരെ സീറ്റുകൾ എൽ ഡി എഫിന് കേരളത്തിൽ ലഭിച്ചേക്കാം. മാത്രം നേടിയ എൽ ഡി എഫിന് ഇത്തവണ 2 സീറ്റ് എങ്കിലും കിട്ടുമെന്നുള്ളതാണ്. 5 സീറ്റുകൾ വരെ പരമാവധി എൽ ഡി എഫിന് കേരളത്തിൽ നിന്ന് കിട്ടാം എന്നുള്ളതാണ്. ബി ജെ പിക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പി ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ള രീതിയിലുള്ള നേരത്തെയുള്ള പല അത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരും തിരുവനന്തപുരമാണ് ഏറ്റവും ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ. എൽ ഡി എഫിന് 2 മുതൽ 5 വരെ, യു ഡി എഫിന് 15 മുതൽ 18 സീറ്റുകൾ വരെ കിട്ടാമെന്നുള്ളതാണ്. ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ കാര്യം വളരെ പെട്ടെന്ന് താങ്കൾക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കേരളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ഒരു സ്ഥിതി ഇതും പ്രതീക്ഷിച്ചു തന്നെയാണ്. തമിഴ്നാട്ടിലെ പോലെ തന്നെ കേരളത്തിലും പ്രതീക്ഷിച്ച ഒരു ലെവലിൽ തന്നെയാണ് ഈ പ്രൊജക്ഷൻസ് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരവും തൃശ്ശൂരും ആയിരിക്കാനാണ് സാധ്യത. 3ാമതൊരു സീറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഏത് സീറ്റുമാകാം, ഒരുപക്ഷെ ആറ്റിങ്ങിലാകാം, മറ്റേതെങ്കിലും സീറ്റുകളാകാം. വലിയ മത്സരം എന്നൊക്കെ പറഞ്ഞിരുന്നു. എൽ ഡി എഫിന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. കാരണം കോൺഗ്രസിന് ഒരുപക്ഷെ, യു ഡി എഫിന് ഒരുപക്ഷെ 19 ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. 2019 19 സീറ്റൊന്നും ആവർത്തിക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ 15 മുതൽ 18 എന്ന് പറഞ്ഞ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയുള്ള ഒരു നമ്പറായിട്ട് എനിക്ക് തോന്നുകയാണ്. ഈ രണ്ടും താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പൂർണ്ണമായിട്ട് യോജിക്കുക. ഈ രണ്ടും പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കും. 15, 18, 2, 5 കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എൽ ഡി എഫിന്? 5 കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. 3 മുതൽ 4 വരെ 2 or 3 സീറ്റുകളാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിന് താങ്കൾ പ്രതീക്ഷിക്കുന്നത് 16 സീറ്റ് അല്ലെങ്കിൽ 17 സീറ്റ്. 16 മുതൽ 16 സീറ്റ് അല്ലെങ്കിൽ ശ്രീകുമാർ